ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും LDC മെയിൻസിനായാലും എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളത്തിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. വിത്ത് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേയും നമ്മൾ മലയാളത്തിൻ്റെ മുൻവർഷ ചോദ്യങ്ങളും ഇംഗ്ലീഷിൻ്റെ മുൻവർഷ ചോദ്യങ്ങളുടെ എല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? പ്രയോജികയാണ് കേട്ടോ. പ്രയോജിക, അതായത് പ്രത്യയം. ഇവിടെ രാമനാൽ എന്നുണ്ടല്ലേ, അപ്പം ഈ ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കുന്നത് കേട്ടോ. ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർക്കുന്നതാണ് പ്രയോജിക. ഓക്കെ, ഇനി നിർദ്ദേശിക എന്ന് വെച്ചാൽ പ്രത്യയമില്ലാത്തതിനെയാണ്. ഇപ്പം രാമു എന്നാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പ്രത്യയമൊന്നും ഇല്ലല്ലോ. രാമു എന്നാണെങ്കിൽ പ്രത്യയമില്ല, അതുകൊണ്ട് അത് നിർദ്ദേശികയാണ്. അടുത്തത് ഓപ്ഷനിൽ നോക്കുക, സംയോജിക എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സംയോജിക എന്ന് പറഞ്ഞാൽ ഓട് എന്ന് പറയുന്ന പ്രത്യയം ചേർക്കുന്നതാണ്. അതായത് രാമുവിനോട് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? അത് സംയോജികയാണ്. അടുത്ത ഓപ്ഷൻ നോക്കുക, ആധാരിക. ആധാരിക എന്ന് പറഞ്ഞാൽ ഇൽ, കൽ, അതായത് രാമുവിൽ എന്നൊക്കെ പറയില്ലേ. രാമുവിൽ എന്ന് പറഞ്ഞ് ഇൽ എന്ന് പറയുന്ന പ്രത്യയം ചേർത്താൽ അത് ആധാരികയാണ്. സംയോജികയാണെങ്കിൽ ഓട്, രാമുവിനോട് എന്ന് പറയുന്ന പ്രത്യയം ചേർത്താൽ സംയോജിക. നിർദ്ദേശികയാണെങ്കിൽ എന്താണ്? പ്രത്യയമില്ലാത്തത്, രാമു എന്ന് മാത്രമാണെങ്കിൽ എന്താണ്? പ്രത്യേകിച്ച് പ്രത്യയമൊന്നുമില്ല, അപ്പോൾ അത് നിർദ്ദേശികയാണ്. നമുക്ക് ആൻസർ എന്താണ്? പ്രയോജിക. ഓക്കെ, ഇവിടെ രാമനാൽ എന്ന് പറയുമ്പോൾ ആൽ എന്ന് പറയുന്ന പ്രത്യയം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പ്രയോജികയാണ് കേട്ടോ. ഇവിടെ വിഭക്തി എന്ന് പറയുന്നത് പ്രയോജികയാണ്. അടുത്ത ചോദ്യം നോക്കുക, വില് പ്ലസ് തു വിറ്റു ഏത് സന്ധിയാണ്? വില് പ്ലസ് തു വിറ്റു, ഇത് ഏത് സന്ധിയാണ് എന്നുള്ളതാണ്. ഏതാണ്? ആദേശ സന്ധിയാണ് കേട്ടോ. ആദേശ സന്ധി, അതായത് ഇവിടെ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുകയാണ്. അങ്ങനെ ചേരുന്ന സമയത്ത് ഒരു വർണ്ണത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്ന് ചേരുന്നതാണ് എന്ത്? ആദേശ സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വില് പ്ലസ് തു ആദേശ സന്ധിയാണ്. അതുപോലെ കേൾ പ്ലസ് തു കേട്ടു, വിൺ പ്ലസ് തലം വിണ്ടലം, കൽ പ്ലസ് മതം കന്മതം. അപ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആദേശ സന്ധി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക, ഭാഷാപ്രയോഗത്തിലെ വൈകല്യങ്ങൾ. ഭാഷാപ്രയോഗത്തിലെ വൈകല്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അപകടത്തിൽ ഏകദേശം 40ഓളം പേർക്ക് പരുക്കേറ്റു. പെൺകുട്ടികളായ 5 വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ വിജയിച്ചത്. അടുത്തത് ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിലെന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? തെറ്റുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം തെറ്റാണ്. അതായത് അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഗജാന്തരം, അന്തരം എന്ന് പറഞ്ഞാലും വ്യത്യാസം എന്ന് പറഞ്ഞാലും എന്താണ്? ഒരേ മീനിങ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു സെൻറ്റൻസിൽ വരാൻ പാടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഓക്കെ, അടുത്തത് നോക്കുക, അപകടത്തിൽ ഏകദേശം 40ഓളം പേർക്ക് പരുക്കേറ്റു. അപ്പോൾ ഇവിടെ ഏകദേശം, ഓളം, ഇത് രണ്ടും കൂടെ ഒരു സെൻറ്റൻസിൽ വരേണ്ട ആവശ്യമില്ല. രണ്ടിനും ഒരേ മീനിങ് ആണ് അല്ലേ. അപ്പോൾ അപകടത്തിൽ ഏകദേശം 40 പേർക്ക് പരിക്കേറ്റു എന്ന് പറയാം, അല്ലെങ്കിൽ അപകടത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഇത് രണ്ടും കൂടെ ഒരുമിച്ചത് വന്നതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസും എന്താണ്? തെറ്റാണ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കുക, പെൺകുട്ടികളായ 5 വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ വിജയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികളായ വിദ്യാർത്ഥിനികൾ, ഇവ രണ്ടും പെൺകുട്ടികളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്കത് പെൺകുട്ടികളാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ പെൺകുട്ടികളായ 5 വിദ്യാർത്ഥിനികൾ എന്ന് എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ സെൻറ്റൻസ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം എന്താണ്? തെറ്റ് തന്നെയാണ്. അടുത്തത് നോക്കുക, ശരിയായ പദം ഏത്? ശരിയായ പദം ഇതിലേതാണ് ശരിയായത്? അനർഘമാണ് കേട്ടോ. അനർഘം. അനർഘം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അനുചിതമായ മൂല്യം എന്നുള്ളതാണ് കേട്ടോ. അനുചിതമായ മൂല്യം എന്ന അർത്ഥം വരുന്നത് അനർഘമാണ്. മേഘത്തിൻ്റെ ഘായാണ് വരുന്നത് കേട്ടോ. അനർഘം, അനുചിതമായ മൂല്യം എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം നോക്കുക, അർത്ഥം എഴുതുക. ഉടജം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉടജം. ഉടജം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആശ്രമം എന്നുള്ളതാണ് കേട്ടോ. ആശ്രമം. ആശ്രമം, പർണശാല, കുടിൽ എന്നൊക്കെ പറയുന്നതാണ് എന്തിൻ്റെ മീനിങ്? ഉടജം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. ഓക്കെ, ഉടജം എന്ന് പറഞ്ഞാൽ ആശ്രമം, പർണശാല, കുടിൽ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ്? നൃത്തം എന്ന് പറയുന്ന നോവൽ ആരുടേതാണ് എന്നുള്ളതാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായിട്ടുള്ള നൃത്തം ആരുടേതാണ്? എം മുകുന്ദൻ്റേതാണ് കേട്ടോ. എം മുകുന്ദൻ്റേതാണ് എന്ത്? നൃത്തം എന്ന് പറയുന്ന നോവൽ. അടുത്ത ചോദ്യം, ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? നമ്മളിത് തൂലികാനാമങ്ങൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആശ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ത്രീയെയാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ സ്ത്രീ ശ്രീയുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കെ ശ്രീകുമാർ എന്ന് കിട്ടും അല്ലേ? നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? കെ ശ്രീകുമാർ ആണ്. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കെ ശ്രീകുമാർ ആണ്. അടുത്ത ചോദ്യം, സാറാ തോമസിൻ്റെ ഏത് നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? സാറാ തോമസിൻ്റെ ഏത് നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഏതാണ്? നാർമടിപ്പുടവയാണ് കേട്ടോ. നാർമടിപ്പുടവയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് ലഭിക്കുന്നത്? സാറാ തോമസിന് ലഭിക്കുന്നത്. അപ്പോൾ സാറാ തോമസിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഓർത്തിരിക്കുക, 1979 കേട്ടോ. 1979 കനകം, കസ്തൂരി, കാഞ്ചന എന്നീ കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ് എന്ന് ചോദിച്ചാൽ നാർമുടിപ്പുടവയിലേതാണ് കേട്ടോ. കനകം, കസ്തൂരി, കാഞ്ചന എന്നീ കഥാപാത്രങ്ങൾ നാർമുടിപ്പുടവയിലേതാണ്. സാറാ ജോസഫിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ആലാഹയുടെ പെൺമക്കളാണ്. അപ്പോൾ സാറാ തോമസും സാറാ ജോസഫും തമ്മിൽ മാറിപ്പോകരുത്. സാറാ തോമസിന് നാർമടിപ്പുടവയും സാറാ ജോസഫിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആലാഹയുടെ പെൺമക്കളുമാണ് കേട്ടോ. അടുത്ത ചോദ്യം, കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക. കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക, ഈ മീനിങ് വരുന്നത് ഇതിൽ ഏതാണ്? ഗീവ് ദ സ്ലിപ്പാണ് കേട്ടോ. ഗീവ് ദ സ്ലിപ്പാണ് കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക എന്നുള്ളത് വരുന്നത്. ഗീവ് ദി സ്ലിപ്പ്. അടുത്ത ചോദ്യം, ഭരതവാക്യം. ഭരതവാക്യം എന്ന് പറയുന്ന മീനിങ് വരുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഭരതവാക്യം എന്താണ്? ദി എൻഡ് ആണ് കേട്ടോ. ദി എൻഡ്. ഭരതവാക്യം എന്ന മീനിങ് വരുന്നത് ദി എൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. 10 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ല മാർക്ക് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം വീഡിയോസ് എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക്